മഹാരാഷ്ട്രയിൽ 4 മാസത്തിനിടെ സംഭവിച്ച വോട്ട് ചേർക്കലിന്റെ വ്യക്തമായ ചിത്രം ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തത് 5,71,89,139 വോട്ടാണ്. 4 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് 6,40,81,195 വോട്ടാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 70 ലക്ഷത്തിന് അടുത്താണ്. NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 2,43,49,345 വോട്ടാണ്. BJPയും ഷിൻഡെയും ശിവസേനയും അജിത് പവാറിന്റെ NCPയും ചേർന്ന് നേടിയ വോട്ടാണിത്. 5 മാസത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3 കക്ഷികൾക്ക് കൂടി കിട്ടിയത് 3,11,07,146 വോട്ടാണ്. അതായത് 67 ലക്ഷത്തിന് മുകളിൽ വോട്ട് അധികമായി ലഭിച്ചു. 5 മാസത്തിനിടെ 69 ലക്ഷം വോട്ടുകളാണ് കൂടിയിരിക്കുന്നത്. NDAക്ക് മാത്രം 67 ലക്ഷം വോട്ടുകളുടെ വർധനവുണ്ടായി. പുതുതായി ചേർത്ത വോട്ടുകളെല്ലാം NDAക്കാണ് കിട്ടിയതെന്ന് പറയാൻ ഇപ്പോൾ ഈ കണക്ക് മാത്രമാണ് ഉള്ളത്. എന്നാൽ ഈ കണക്ക് തെറ്റാണെന്ന് വാദിക്കാനും നിലവിൽ തെളിവുകൾ കമ്മീഷന്റെ പക്കലില്ല. മഹാരാഷ്ട്രയിൽ റീപോളിംഗ് നടത്തണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും കേസ് കോടതി തള്ളിക്കളയുകയില്ല. നേരത്തെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അട്ടിമറി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ഒറ്റയടിക്ക് പറഞ്ഞിരിക്കുകയാണ് കമ്മീഷൻ. ഈ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കാൻ മിനിമം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധന ആവശ്യമാണ്. എന്നാൽ അതിന് നിൽക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പറഞ്ഞത് BJPയെ സഹായിക്കാനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ടർ ഡേറ്റയുടെ വിശകലനത്തിലാണ് എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേട് വ്യക്തമാകുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കു പ്രകാരം ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ 5,04,313 വോട്ടുകൾ അധികം എണ്ണിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ എണ്ണിയ വോട്ടുകളിലാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ 5 ലക്ഷം വോട്ടുകൾ എവിടെ നിന്ന് വന്നുവെന്നും ആർക്കാണ് പോയതെന്നുമുള്ള വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിക്കുന്നത്. ലാപ്ടോപ്പും ഫോണും കിട്ടിയല്ലോ, വലിയ ലക്ക. അങ്കിൾ, കേരളത്തിൽ ഇപ്പോൾ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. ഗുബു നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗുബു നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.